തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ആദ്യം നമ്മൾ എവിഡൻസ് എടുക്കുക ചെയ്യുക, അതായത് ടൈഗറിൻ്റെ പ്രസൻസ് എവിടെയുണ്ട് എന്നുള്ളതാണ് ചെയ്യുക. പല രീതി ഉപയോഗിക്കും. ഒന്ന് നമ്മൾ ക്യാമറ ട്രാപ്പ് വെക്കും, അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും, അത് മാറ്റും. പിന്നെ ബാക്കിയുള്ള എവിഡൻസ്, അതായത് ചവിട്ട്, കാഷ്ടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ മൂവ്മെൻറ്റുകളുണ്ട്. ഇതിനെ നമ്മൾ നാരോ ഡൗൺ ചെയ്യും. എവിടേക്കാണ് വരാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ള സ്ഥലം നാരോ ഡൗൺ ചെയ്ത് അവിടേക്ക് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 3 ടീം ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി പെരാമ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എവിഡൻസ് നോക്കുന്നുണ്ട്, നമ്മൾ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ക്യാമറ ട്രാപ്പ് ഫസ്റ്റ് ഇന്നലെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റേജിലേക്ക് നമ്മൾ ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ്മെൻറ്റ് നടക്കുകയാണ്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റും. നിലവിൽ സ്ഥാപിച്ച ക്യാമറകളിൽ ഏതെങ്കിലും തരത്തിൽ ദൃശ്യം കണ്ടെത്തിയിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. ഇത് ആ ദൃശ്യം കണ്ടെത്തിയാൽ മാത്രമാണോ നമുക്ക് ആനയെ അങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റുക? നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഹൈഡിങ് പ്ലേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അവിടേക്കാണ് നമ്മൾ എലഫൻറ്റുമായിട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, വെറുതെ നമ്മൾ കാട്ടിൽ നടന്നിട്ട് കാര്യമില്ല. ഇത് എവിടെയാണ് ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എപ്പോഴും ഒരു കടുവയ്ക്ക് ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് ഉണ്ടാവും. അത് ആക്റ്റീവ് ഇല്ലാത്ത സമയത്ത് ഉണ്ടാവും. ആ സ്ഥലത്തേക്ക് നമ്മൾ കയറുക, അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുശേഷം നമ്മളത് ചെയ്യാം. ഒറ്റ കാര്യം പറയാം, അപ്പോൾ ഈ കൂട് വെച്ച് പിടികൂടുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അത് പരാജയപ്പെട്ടാൽ മാത്രമാണോ മയക്കുവരിയിലേക്ക് കിടക്കുക? അങ്ങനെ അതിൻ്റെ അല്ല, ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഇവിടെ എവിഡൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂട് വെക്കും. അതൊരു റാൻഡം ചാൻസാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ഡയറക്റ്റ് നമ്മൾ റാമ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാട്ടിൽ കയറിയിട്ട് നമ്മൾ മയക്കുവെടി വെക്കുന്ന ഒരു വഴിയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നു. ഒരൊറ്റ പരിപാടിക്കല്ല ചെയ്യുന്നത്, പല ചാൻസസ് ആയിട്ട് നമ്മൾ നോക്കുക ചെയ്യും.